സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. കോർപ്പറേറ്റ് ജിഹാദ് എന്നൊരു വാചകം കൂടെ പുതുതായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. UPSC ജിഹാദ് എന്ന പ്രചാരണത്തിലൂടെ സർക്കാർ ജോലികളിൽ മുസ്ലിങ്ങൾ വരുന്നതിനെതിരെ നടന്ന സംഘടിത നീക്കത്തിന് ശേഷമാണ് കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യവുമായി പുതിയ പ്രചാരണം രംഗത്തെത്തിയിരിക്കുന്നത്. പ്രചാരണത്തിന് മുൻപന്തിയിൽ ചില്ലറക്കാരൊന്നുമല്ല ഉള്ളത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് സംഗതിയുടെ ഭീകരതയെക്കുറിച്ച് വല്ലാതെ ശബ്ദമുയർത്തുന്നത്. മഹാരാഷ്ട്രയിൽ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിലാണ് ഇത്തരത്തിലൊരു പദം രംഗത്ത് വന്നിരിക്കുന്നത്. ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കോർപ്പറേറ്റ് ജിഹാദ് അതിലൊക്കെ ഭീകരമാണെന്നായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ അഭിപ്രായം. TCSന്റെ ഉത്തരവാദപ്പെട്ടവർ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസിന് അവർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം കമ്പനിയുടെ വേറെ ബ്രാഞ്ചുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ, മറ്റ് കമ്പനികൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നും പറയുകയുണ്ടായി. ജോലി സ്ഥലത്ത് ലൈംഗിക പീഡനം ഉണ്ടായി എന്നൊരു പരാതിയായിരുന്നു അവിടെ നിന്നും ആദ്യം ഉയർന്നു വന്നത്. പിന്നീട് അത് മതവികാരം വ്രണപ്പെടുത്തലായും നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമമായും ഒക്കെ വളരുകയായിരുന്നു. ഒരു കേസ് പിന്നീട് ഏകദേശം 9 എണ്ണമായി വർദ്ധിക്കുകയും ചെയ്തു. 9 പരാതികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൽ 7 പേർ എല്ലാ കേസുകളിലും പ്രതികളാണ്. 7 പുരുഷന്മാരും 2 സ്ത്രീകളും അടക്കം 9 പേരാണ് പ്രതികളായിട്ടുള്ളത്. പുരുഷന്മാരും സ്ത്രീകളും എല്ലാം പരാതിക്കാരായി രംഗത്തെത്തിയിട്ടുണ്ട്. തൻ്റെ സഹപ്രവർത്തകനായ ഡാനിഷ് ഷേഖ് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് TCSലെ ജീവനക്കാരി നൽകിയ പരാതിയാണ് സംഭവങ്ങളുടെ തുടക്കം. 19-ാം വയസ്സിൽ, അതായത് 2022-ലാണ് താൻ ഡാനിഷ് ഷേഖിനെ ആദ്യമായി കണ്ടത് എന്നും പിന്നീട് തങ്ങൾ സുഹൃത്തുക്കളായെന്നും 6 മാസം കഴിഞ്ഞപ്പോൾ ഒന്നിച്ചൊരു യാത്ര പോവുകയും അവിടെ വെച്ച് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. 1 വർഷത്തിന് ശേഷം പരാതിക്കാരി BSc പൂർത്തിയാക്കിയപ്പോൾ താൻ ജോലി ചെയ്യുന്ന TCSൽ അപേക്ഷ നൽകാൻ ഡാനിഷ് നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ ദിവസമാണ് തൻ്റെ 23-ാം വയസ്സിൽ ഡാനിഷ് ശരിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ 2 പേർക്കുമെതിരെ ലൈംഗിക പീഡനവും മതവികാരം വ്രണപ്പെടുത്തലുമൊക്കെ ചേർത്തുള്ള കേസ് പെൺകുട്ടി നൽകിയത്. അതിന് തൊട്ടു മുൻപാണ് ഡാനിഷ് ഷേഖ് വിവാഹിതനും 2 കുട്ടികളുടെ പിതാവാണ് എന്നും താൻ മനസ്സിലാക്കിയതെന്നും പെൺകുട്ടി പറയുന്നു. ഈ പരാതിയെ തുടർന്ന് നാസിക് പോലീസ് അവരുടെ ടീമിനെ TCSലേക്ക് വേഷപ്രച്ഛന്നരായി പറഞ്ഞയച്ചു. അവരവിടെ പല വിഭാഗത്തിലും ജോലിക്കാരായി കയറിയത്രേ. ഇത്തരത്തിൽ പീഡനം നേരിടുന്ന പെൺകുട്ടികളെ കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗ് നടത്തി പരാതിപ്പെടാൻ ധൈര്യം കൊടുക്കുകയായിരുന്നത്രേ പോലീസ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീടാണ് പരാതികളുടെ പ്രവാഹം ഉണ്ടായത്. മിക്കതിലും പരാതി ലൈംഗിക പീഡനവും മതവികാരം വ്രണപ്പെടുത്തലും ഒക്കെയായിരുന്നു. ഒരു പരാതി മാത്രമാണ് നിർബന്ധിത മതം മാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായതത്രേ. പരാതിക്കാരനെ തൊപ്പി ധരിക്കാനും നമസ്കരിക്കാനും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാനും നിർബന്ധിച്ചു എന്നായിരുന്നു ആ കേസ്. റമദാനിൽ നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് അത്രേ തൊപ്പി ധരിപ്പിച്ചത്. പരാതിക്കാരിലെ ഏക പുരുഷനാണ് ഇദ്ദേഹം. മറ്റു പരാതിക്കാരെല്ലാം ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ആളുകളെ വിളിക്കുന്ന വിഭാഗത്തിലുള്ള സ്ത്രീകളാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു മൗലവിയെ പോയി കാണാൻ നിർദ്ദേശിച്ചു. കുട്ടികളില്ലാത്തൊരു സ്ത്രീയോട് അജ്മീരിൽ പോയി നോക്കാൻ പറഞ്ഞു. തുടങ്ങിയ പ്രവൃത്തികളിലൂടെയാണ് പ്രതികൾ മതവികാരം വ്രണപ്പെടുത്തിയത് എന്നാണ് പരാതികൾ പറയുന്നത്. അത്യാവശ്യം പരാതികളായതോടെ നാസിക് പോലീസ് NIAയുടെയും മറ്റ് ഭീകരവിരുദ്ധ ഗ്രൂപ്പുകളുടെയും പിന്തുണ തേടിയിരിക്കുകയാണ്. വിദേശബന്ധം, തീവ്രവാദ സംഘങ്ങളുടെ സഹായം തുടങ്ങിയവയും അന്വേഷിക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം. നിദാ ഖാൻ എന്നൊരു പേര് പരാതികളുമായി ബന്ധപ്പെട്ട് നേരത്തെ കേൾക്കുന്ന ഒന്നായിരുന്നു. ഈ സംഭവങ്ങളുടെ തലച്ചോറ് അവളാണെന്നും ഇപ്പോഴവർ ഒളിവിലാണെന്നും TCSന്റെ തലപ്പത്തുള്ള ഒരാളാണ് നിദ എന്നുമായിരുന്നു വാർത്തകൾ. പിന്നീട് പുറത്തു വന്നത് അവരൊരു സാധാരണ ജീവനക്കാരിയാണ് എന്നും ഗർഭിണിയായതിനാൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് എന്നുമാണ്. ആകെ ഒരു പരാതിയിൽ മാത്രമാണ് അത്ര നിദയുടെ പേര് പരാമർശിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ലൈംഗിക ചുവയോടെയുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ജീവനക്കാർ നേരിടേണ്ടി വന്നതായി പരാതികളുണ്ടായിരുന്നത്രേ. പലരും സീനിയറായ ആളുകളോടും ഉത്തരവാദപ്പെട്ടവരോടും വാക്കാൽ പരാതിപ്പെട്ടിരുന്നു എന്നും പറയുന്നു. പക്ഷേ ടാറ്റ കൺസൾട്ടൻസിയുടെ ഉത്തരവാദപ്പെട്ടവർ അത്തരം കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എത്തിക്സ് കമ്മിറ്റിക്കോ പോഷ് കമ്മിറ്റിക്കോ അത്തരത്തിലുള്ള ഒരു പരാതികളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പത്രപ്രസ്താവന നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ നാസിക്കിലെ സ്ഥാപനം പൂട്ടിയെന്ന വാർത്ത കളവാണെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. കേസിൽ പോലീസ് പ്രതി ചേർത്തിയിരിക്കുന്ന റൗസ, തൗസീഫ് എന്നിവരുടെ അഭിഭാഷകനായ രാഹുൽ കസ്ലിവാൾ പരാതികളിലെ വാദങ്ങളെ നിഷേധിക്കുകയാണ്. പ്രതികളുടെ സ്വഭാവം ഒരിക്കലും മതപരിവർത്തനത്തിനോ മറ്റോ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല എന്ന് ഇദ്ദേഹം പറയുന്നു. പ്രതികളും പരാതിക്കാരും എല്ലാം 3-ലധികം കൊല്ലമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. എല്ലാ ആഘോഷങ്ങളും അവർ ഒന്നിച്ചാണ് ആഘോഷിക്കാറുള്ളത്.
കഴിഞ്ഞ ക്രിസ്മസിന് അവർ ഒന്നിച്ചാണ് ചർച്ചിൽ പോയത് എന്നും അഭിഭാഷകൻ പറയുന്നു. പ്രതികളായവരുടെ ബന്ധുക്കൾ ഇതെല്ലാം ആരുടെയോ തിരക്കഥക്കനുസരിച്ചുള്ള നാടകമാണ് എന്നാണ് പറയുന്നത്. ബജ്രംഗ് ദളാണ് ഇതിനൊക്കെ പിന്നിൽ എന്നാണ് അവരുടെ പക്ഷം. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുസ്ലിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും 3 കൊല്ലമായിട്ടും പാലിക്കുന്നില്ല എന്ന ആരോപണം, മുസ്ലിം നേതാക്കന്മാർക്കെതിരെ മാത്രം കോൺഗ്രസ് നടപടിയെടുക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് പുതിയൊരു ആരോപണം കൂടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദാവൺഗരെ സീറ്റ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ മുസ്ലിം സമുദായ സംഘടനകളും കോൺഗ്രസിലെ മുസ്ലിം നേതാക്കളും ഇടഞ്ഞു നിൽക്കുന്നത്. മുസ്ലിങ്ങൾക്കുള്ള സംവരണം, മതം മാറ്റ നിരോധന നിയമം, ഹിജാബ് നിരോധനം എന്നീ വിഷയങ്ങളിലെല്ലാം ന്യൂനപക്ഷത്തിന് അനുകൂലമായ തീരുമാനമുണ്ടാവുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയും വാഗ്ദാനവുമെങ്കിലും ഒരു നടപടിയും എടുത്തില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. സിദ്ധാരാമയ്യയ്ക്ക് തന്റെ കൂടെയുള്ളവരെ പോലും സംരക്ഷിക്കാൻ പാർട്ടിക്കകത്ത് സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് വിമർശനം ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്നും പാർട്ടിയുടെ മുതിർന്ന നേതാവും MLC-യുമായ നസീർ അഹമ്മദിനെയും കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ അധ്യക്ഷനായ അബ്ദുൽ ജബ്ബാറിനെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഏപ്രിൽ 15-ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പക്ഷേ നടപടിക്കെതിരെ രംഗത്ത് വരുന്നതാണ് പിന്നീട് കണ്ടത്. ദാവൺഗരെ സീറ്റ് ശാമാനൂർ ശിവശങ്കരപ്പയുടെ കുടുംബത്തിന് തന്നെ നൽകാനുള്ള തീരുമാനത്തെ അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു ഇവരുടെ നിലപാട്. അതേസമയം കുംഭമേള നടത്താൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായി സഹകരിക്കുകയും BJP സ്ഥാനാർത്ഥിയായ BY രാഘവേന്ദ്രയ്ക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്ത ശിവശങ്കരപ്പയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാതിരുന്ന കോൺഗ്രസ് ഇപ്പോഴെടുത്ത നടപടി വിവേചനപരം എന്നാണ് സീനിയർ MLA KN രാജണ്ണ അഭിപ്രായപ്പെട്ടത്. ഇനി രാജസ്ഥാൻ സർക്കാരിന്റെ സാർത്ഥക് നാം അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കുക. സ്കൂളിൽ ചേർത്തുമ്പോൾ കുട്ടികളുടെ പേരുകൾ അർത്ഥരഹിതവും നെഗറ്റീവുമാണെങ്കിൽ അവർക്ക് നാടിന്റെ സംസ്കാരവുമായി ബന്ധമുള്ള പേരുകൾ നൽകി അവരുടെ അഭിമാനം ഉയർത്താനുള്ളതാണ് പദ്ധതി. ആൺകുട്ടികൾക്കായി 1409 പെൺകുട്ടികൾക്കായി 1541 പേരുകളുടെ ലിസ്റ്റും സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആൺകുട്ടികളുടെ ലിസ്റ്റിൽ അച്യുത്, അഗ്നി, അമർത്യ, ആര്യമൻ, ചിന്താമണി, മഹാദേവ്, പീതാംബർ എന്ന പേരുകളൊക്കെ ഇടം പിടിക്കുമ്പോൾ പെൺകുട്ടികളുടെ ലിസ്റ്റിൽ വാണി, ദയ, ഗൗരി, വൈദേഹി, കുന്തി തുടങ്ങിയ പേരുകളാണ് ഉള്ളത്. വിവിധ സമുദായങ്ങളുടെ സ്വത്ത് നിഷേധിക്കാനുള്ള നീക്കമാണ് ഇതെന്നും വിദ്യാഭ്യാസത്തിന്റെ അന്തസ്സത്തെ മാത്രമല്ല കുട്ടികളുടെ വ്യക്തിത്വത്തെ പോലും കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണ് ഇത് എന്നുമുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഇന്നത്തെ ഇവിടെ പുറമൊന്നും അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.